വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റിവ്യൂ ഓഫ് ക്ലിയർ ജെൽ ആണ്. നമുക്കറിയാം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് പിമ്പിൾസ് അഥവാ മുഖക്കുരു എന്ന് പറയുന്നത്. ടീനേജേഴ്സിൻ്റെ ഒക്കെ തന്നെ സെൽഫ് കോൺഫിഡൻസ് വരെ ഇല്ലാണ്ടാക്കുന്ന ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 20 ഗ്രാമിൻ്റെ ക്ലിയർ ജെല്ലാണ്. എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു മെഡിസിൻ വളരെ ചീപ്പ് റേറ്റ് ആണ്. 20 ഗ്രാമിന് 185 രൂപയാണ് വരുന്നത്. പക്ഷേ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ പറയട്ടെ, എല്ലാവരും സ്കിൻ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആരും പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടോ ഒന്നും ഉപയോഗിക്കാതെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ പ്രകാരം മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം വല്ല ഡൗട്ട് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ റെഫറൻസിന് വേണ്ടിയിട്ട് വീഡിയോസ് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലിയർ ജെല്ലിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് ആണ്. ഇതൊരു ആൻറ്റിബയോട്ടിക് ക്ലാസ്സിൽ വരുന്ന മെഡിസിനാണ്. അതായത് ബാക്ടീരിയാസിൻ്റെ ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ്. നമുക്കറിയാം, നമുക്ക് പിമ്പിൾസ് വരുന്നത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ ഓയിൽസ് അല്ലെങ്കിൽ ഡെഡ് സെൽസ് ഒക്കെ അടിഞ്ഞുകൂടി അവിടെ ബാക്ടീരിയാസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടുന്ന സമയത്താണ് പിമ്പിൾസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു ക്രീമിൽ അടങ്ങിയിരിക്കുന്ന ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് എന്ന കണ്ടൻറ്റ് ബാക്ടീരിയാസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുകയും അതുവഴി പിമ്പിൾസ് ഉണ്ടാവുന്നത് തടയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് തുടങ്ങിയവ. അത്തരം പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ കൂടിയാണ് ഈ ഒരു ജെല്ല്. ഉപയോഗിക്കുമ്പോഴും സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജെല്ലിനും കുറച്ച് സൈഡ് എഫക്ട്സുകളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു ജെല്ലിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ജെല്ല് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് കുറച്ച് ബേണിങ് സെൻസേഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചിലരിലൊക്കെ ഇച്ചിങ്ങും സ്കിന്ന് കുറച്ചും കൂടെ ഡ്രൈ ആവാനും സ്കിൻ ഫീലിംഗ് ഒക്കെ കാണാറുണ്ട്. ഇതൊക്കെ എല്ലാവരിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല, പക്ഷേ ഓരോരുത്തരുടെയും സ്കിൻ കണ്ടീഷൻസ് അനുസരിച്ച് ഇത്തരം സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവാറുണ്ട്. ചെറിയ തോതിൽ ഇതൊക്കെ കാണുമ്പോൾ പേടിക്കേണ്ടതില്ല. നമ്മൾ കുറേ കാലം ഉപയോഗിച്ച് ശീലാവുന്നതോടെ നമ്മുടെ സ്കിന്നിന് ഇത് സ്യൂട്ടായിക്കോളും. പക്ഷേ വലിയ രീതിയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കണ്ട് അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഡേ ടൈമിലും നൈറ്റ് ടൈമിലും നമുക്ക് ഈ ഒരു ജെൽ ഉപയോഗിക്കാം. പക്ഷേ ബെറ്റർ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴും കൂടെ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ക്രീം ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസോട് കൂടി മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. നമ്മുടെ സ്കിന്നിൽ ഏതൊരു മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുന്നേ സ്കിന്ന് നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മുടെ ഫിംഗറിൽ എടുത്തതിന് ശേഷം എഫക്റ്റഡ് ഏരിയയിൽ ജെൻറലായിട്ട് മാത്രം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ എത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസീസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുക. ഈ ഒരു ജെല്ല് കുട്ടികൾക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊന്നും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല. ഒരു ഏജ് 80+ അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആളുകൾക്കായിരിക്കും ഈ ഒരു ജെല്ല് കൂടുതൽ സ്യൂട്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ജെല്ല് ഉപയോഗിക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മളെ ഭക്ഷണം, ഉറക്കം, നമ്മൾ കഴിക്കുന്ന ആഹാര രീതികൾ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, ഇതൊക്കെ കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എപ്പോഴും ഒരു ബെറ്റർ റിസൾട്ട് കിട്ടാൻ സഹായിക്കുകയുള്ളൂ. ഹാർഷ് ആയിട്ടുള്ള സോപ്പ് അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഒന്നും സ്കിന്നിൽ ട്രൈ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ പിമ്പിൾസ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കണ്ടീഷൻസിനൊക്കെ മോശമാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സ്ട്രെസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഉറക്കക്കുറവൊക്കെ. അപ്പോൾ അതൊക്കെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്തതിന് ശേഷം ഈ ഒരു ജെല്ല് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ സഹായിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക.